ഹലോ, വെൽക്കം ബാക്ക് ടു പാറൂസ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമുക്ക് നല്ലൊരു ചിക്കൻ കറി വെച്ച് നോക്കാം അല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ നല്ല വെക്കേഷനൊക്കെ വീട്ടിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾക്ക് നന്നായിട്ടൊരു ചിക്കൻ കറി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ കറി വെക്കാം, നല്ലൊരു ചിക്കൻ പുരട്ടിയതൊന്നുമല്ല കേട്ടോ, ഞാൻ നല്ലൊരു ചിക്കൻ കറിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് കപ്പയിലൂടെ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല സ്വാദോടെ ആഹാരം കഴിക്കാം. അതിന് വേണ്ടി നമ്മളൊരു ചിക്കൻ കറി തയ്യാറാക്കാൻ പോവുകയാണ്. അതിലേക്കായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ വലിയ സവാള എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, അതായത് നമ്മുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള നമുക്ക് ചെറിയ ഉള്ളി, അതായത് 250 ചെറിയ ഉള്ളി എടുക്കാം. പച്ചമുളക് 10 എണ്ണം, അതായത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ളൊരു പച്ചമുളക് എടുക്കുക. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എരിവ് വേണം, നന്നായിട്ട് നല്ല ചുമന്നിരിക്കണമെന്നാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ഒരു 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. പിന്നെ ഇഞ്ചി നമുക്ക് 4 എണ്ണം, വലിയൊരു മീഡിയം സൈസിലുള്ളത് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി വന്നിട്ട് എടുക്കുന്നത് ഒരല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് മല്ലിയില നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇത്രയാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അടുത്ത് ഇത് കുക്ക് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ സാധാ കടുക് താളിക്കുന്ന കൂട്ട് നമ്മൾ നല്ല രീതിക്ക് ഒന്ന് കടുക് താളിച്ചെടുക്കുക. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, ചെറിയ ഉള്ളി ഉപയോഗിക്കും, പിന്നെന്താ നമ്മൾ കടുക്, പിന്നെ കറിവേപ്പില. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കടുക് താളിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കടുക് താളിച്ചതിന് ശേഷം നമ്മളിവിടെ നമുക്ക് ആവശ്യമായി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ആവശ്യമായിട്ടുള്ള ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിലോട്ടൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതായത് നമ്മൾ അടിയിൽ പിടിക്കരുത്, ചെറു തീയിൽ വെച്ച് കേട്ടോ. ഞാൻ അതിലേക്കായി എടുത്തിരിക്കുന്നത് ഒരു വലിയ ഉരുളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു മീഡിയം സൈസ് ഉരുളിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നന്നായിട്ട് കടുക് താളിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വലിയ സവാളയും ചെറിയ ഉള്ളി, നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇട്ട്, വേണമെന്നുള്ളവർക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഞാനിവിടെ തക്കാളി ഉപയോഗിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് നല്ലൊരു രുചിക്കൂട്ടിനായിട്ട് തക്കാളി ഉപയോഗിക്കാം. പിന്നെ ഞാനിതിൽ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 4 പൊട്ടാറ്റോ, ഒരു മീഡിയം സൈസ് 4 പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്ക് ചിക്കൻ കറിക്ക് ഏറ്റവും നന്നായിട്ട് രുചി തരുന്ന രണ്ടേ രണ്ടിതാണ്. ഏതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒനിയൻ, ഉള്ളി നമുക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അതോടൊപ്പം പൊട്ടാറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്ക് ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഉരുളക്കിഴങ്ങ്, ഉള്ളി, നമ്മുടെ പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, വലിയ സവാള, പച്ചമുളക് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് ചുമന്ന്, നിങ്ങൾക്കറിയാമല്ലോ പാകമായിട്ടൊരു ചെറിയ ചുവപ്പ് നിറം കാണുമ്പോൾ നിങ്ങൾ നമ്മൾ നമ്മുടെ 2.5 കിലോ ചിക്കൻ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. അപ്പം അതിന് ഈ ഒരു ചേരുവകളോട് കൂടി തന്നെ, അതായത് നമ്മൾ ഈ വഴറ്റി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളി, പച്ചമുളക്, നമ്മുടെ ഒരല്ലി വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെന്താ നമ്മുടെ സവാള, ഇതിലെല്ലാത്തിലും കൂടെ നമ്മൾ ചേർത്ത് നന്നായിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിൽ വേകാനായിട്ട് ആവശ്യമായ, നിങ്ങൾക്കറിയാം വേകാനായിട്ട് ഈ ചിക്കനും ഇതെല്ലാം കൂടെ ചേരുവകളും ചേർത്ത് നമ്മൾ വഴറ്റിയതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പ് നിങ്ങൾക്ക് പാകത്തിനിടാം. അപ്പം ഞാനിപ്പോൾ ആദ്യം 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേകാനായിട്ട് അടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ അടച്ച് വെച്ചിരിക്കുന്ന ഉരുളിക്കകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല. നമ്മൾ 1 കിലോ സവാളയും, നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക്, പിന്നെ നമ്മൾ ആവശ്യമായി ഇട്ടിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് നന്നായിട്ട് 1 സ്പൂൺ ഉപ്പും ആവശ്യത്തിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വേകാനായിട്ട് അടച്ച് വെക്കുക. ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പോയൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് സുഖമാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക. അല്ല നമ്മളത് അവിടെ വച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കരിഞ്ഞ് നല്ല മണം വരും. അപ്പോൾ അതിലേക്കായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, കരിയാതെ നോക്കുക. അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്
വേറൊന്നുമില്ല. നമ്മുടെ 3 സ്പൂൺ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 പച്ചമുളക് എടുത്തു. പക്ഷെ നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് ഒരു 3 മീഡിയം സ്പൂണിൽ 3 സ്പൂൺ മുളക് പൊടിയും അതേ അളവിൽ തന്നെ 3 സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാകത്തിന് ഞാൻ വീണ്ടും ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ 1 സ്പൂൺ ഉപ്പ് ചേർത്ത പോലെ ഇപ്പോൾ ഒരു സ്പൂൺ കൂടെ ഉപ്പ് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഇച്ചിരി ഞാൻ വെള്ളവും ചേർത്തിട്ടുണ്ട്. കാരണം ഞാൻ ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വെള്ളം ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് തിളയ്ക്കാനായിട്ട് ഞാൻ വീണ്ടും ഈ മുളക് പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഒക്കെ ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കുവാണ്. നന്നായിട്ട് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് അത് വീണ്ടും നമ്മൾ ആ മിശ്രിതത്തെ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കരിയാതെ പൊടിയാതെ അടിയിലോട്ട് കരിഞ്ഞ് പിടിക്കാതെ നന്നായിട്ടൊന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. വേഗമൊന്ന് നോക്കുക, ഒന്നിച്ചിരി അതിനൊന്ന് വെന്തോന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുക കേട്ടോ. നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം കുറച്ച് നേരം അതിൽ തന്നെ നന്നായിട്ട് പാതി വെന്തല്ല നമ്മൾ എടുക്കേണ്ടത്, നന്നായിട്ട് വേവിച്ച ചിക്കൻ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ കുക്ക് ചെയ്യുന്നത് നല്ലൊരു പാചകം നന്നായിട്ട് വെന്ത് നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വേകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് പാകത്തിനായിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ മാറി നല്ല രീതിയിൽ നമ്മുടെ ചിക്കൻ കറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ട് ഉപ്പ് നിങ്ങൾക്ക് രുചിച്ച് നോക്കുക. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഇല്ല അങ്ങനെ തോന്നുവാണെങ്കിൽ വീണ്ടും നിങ്ങൾ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് കുറച്ച് നേരം അതിൽ തന്നെ വേക്കാനായിട്ട് വയ്ക്കുക. അല്പനേരത്തിന് ശേഷം അത് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ കഴുകി വൃത്തിക്ക് വെച്ചിരിക്കുന്ന ആ മല്ലിയില ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിച്ച് നല്ല രീതിക്ക് ആ മല്ലിയില ഒന്ന് കട്ട് ചെയ്ത് എന്ത് ചെയ്യുക, അതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്ക് നല്ലൊരു സ്വാദോട് കൂടിയൊരു മണം വരും, നല്ലൊരു ഫേവർ സ്മെല്ല് വരും. അപ്പോൾ അതിനുശേഷം ഈ പച്ചമണമൊക്കെ മാറി നമുക്ക് കഴിക്കാൻ പാകത്തിന് നമുക്ക് കപ്പയും ചോറും ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ പാകത്തിന് നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതിനൊന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്തിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.